അവ്യക്ത സന്ദേശം. വചനത്തിൽ എല്ലാ സഹോദരിമാരുടെയും ഓർമ്മകളും മറ്റ് പല ബാബയുടെ കുട്ടികളുടെയും ഓർമ്മകളുമായി എത്തിച്ചേർന്നു. അപ്പോൾ ഇന്ന് വിശേഷിച്ച് നിമിത്ത ടീച്ചേഴ്സ് സഹോദരിമാരുടെ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ഓർമ്മകൾ നൽകിയപ്പോൾ ബാബ എൻ്റെ മുന്നിൽ 2 ദൃശ്യങ്ങൾ എമർജ് ചെയ്തു. ആ ദൃശ്യം ഇതായിരുന്നു. 2 പ്രകാരത്തിലുള്ള ഏണിപ്പടികൾ കാണപ്പെട്ടു. ഒരു ഏണിപ്പടി സിമൻറ്റിനാൽ ഉണ്ടാക്കപ്പെട്ടതായിരുന്നു. രണ്ടാമത്തെ ഏണിപ്പടി കാണപ്പെട്ടത് ഇലക്ട്രിക്കിൻ്റേതായിരുന്നു. മൂന്നാമതൊരു ഏണിപ്പടി കൂടി കാണപ്പെട്ടു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഈ ഏണിപ്പടിയുടെ അർത്ഥമെന്താണ്? അപ്പോൾ ബാബ 1 സെക്കൻഡ് പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ബാബ പറഞ്ഞു, കുട്ടി, പഴയ കാലത്ത് കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന ഏണിപ്പടിയിൽ സ്റ്റെപ്പുകൾ കയറുമ്പോൾ കയ്യിൽ ഏതെങ്കിലും ഭാരമുള്ള വസ്തു ഉണ്ടായിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും കയറുവാൻ സാധിക്കുമായിരുന്നില്ല. കയറും, പിന്നെ ഒരല്പം ഇറങ്ങും. ഇങ്ങനെ പ്രായമായവർക്ക് സാധനങ്ങളുമായി കയറുന്നത് വളരെ പ്രയാസമായിരുന്നു. പിന്നെ ബാബു പറഞ്ഞു, രണ്ടാമത്തെ ലിഫ്റ്റ് എന്താണ്? ബാബു പറഞ്ഞു, കുട്ടി, ബാബയുടെ ഈ ജ്ഞാനത്തിലൂടെ പോകുമ്പോൾ പലരും സിമ്പിളായ രീതിയിൽ നടക്കാൻ തുടങ്ങുന്നു. പിന്നെ മനസ്സിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പല പ്രകാരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പോകുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും കുഴപ്പങ്ങളുടെ കാര്യങ്ങൾ വന്നുവെങ്കിൽ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ലോകത്തിൽ സയൻസിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ആ പടികൾ നേരെ പോകുന്നു, നിൽക്കുന്നില്ല, ഇറങ്ങുന്നുമില്ല. ബാബ പറഞ്ഞു, ബാബ കുട്ടികളുടെ ഏണിപ്പടിയുടെ കളികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും കാര്യം വരുമ്പോൾ, മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പടികൾ ഇറങ്ങുന്നു. രണ്ടാമത്തേത് സയൻസിൻ്റെ സാധനത്തിലൂടെ, കറണ്ടിലൂടെ പ്രവർത്തിക്കുന്ന ആ പടിയിൽ കയറുമ്പോൾ ബാബയുടെ കുട്ടികളുടെ മുന്നിൽ ചില കാര്യങ്ങൾ വരുന്നുമുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാബയുടെ ശക്തികൾ യൂസ് ചെയ്യുന്നു. കുട്ടികൾ ബാബയുടെ ഗുണങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ കയറിപ്പോകുന്നു. പിന്നെ മൂന്നാമത്തെ ഏണിപ്പടി ബാബ കാണിച്ചത് വളരെ നല്ലതും സുന്ദരവുമായിരുന്നു. ആ സ്റ്റെപ്പുകൾ കയറുമ്പോൾ സ്റ്റെപ്പുകളുടെ സൈഡിൽ ചില വിശേഷതകൾ ഉണ്ടായിരുന്നു. അന്തർമുഖതയുടെ, സഹനശീലതയുടെ, ദിവ്യ ഗുണങ്ങളുടെ. അപ്പോൾ ബാബു പറഞ്ഞു, മൂന്നാമത്തെ ഏതൊരു ഏണിപ്പടിയാണോ കാണിച്ചത്, ആ കുട്ടികളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ വന്നാലും ആ കുട്ടികൾ വളരെ സഹജമായ രീതിയിൽ ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ആ പടവുകൾ വളരെ സുന്ദരവും ശോഭനീയവുമായി തോന്നുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബ കുട്ടികളുടെ അവസ്ഥയനുസരിച്ച് ഈ ദൃശ്യം എമർജ് ചെയ്യുകയാണ്. ബാബ പറഞ്ഞു, നിമിത്ത ടീച്ചേഴ്സാണല്ലോ, അവർ ബാബയുടെ സമ്മാന വിഭാഗക്കാരാണ്. ചെറിയവരായാൽ പോലും സമാന വിഭാഗക്കാരാണ്. വലിയ കാര്യം ചെയ്യുന്നു, ബാബയുടെ പേര് പ്രസിദ്ധമാക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടി, വിശേഷിച്ച് ഈ കുട്ടികളോട് പറയണം, ബാബയുടേതായിരിക്കുകയാണ്. പടവുകൾ കയറിയിരിക്കുകയാണ്. പടികൾ കയറി കയറി കുട്ടികളായ നിങ്ങൾ എവിടെ എത്തിച്ചേരുന്നു? ബാബയുടെ അടുത്ത്. ബാബ പറഞ്ഞു, ഏണിപ്പടിയുടെ ചിത്രത്തിലും ബ്രഹ്മ ബാബ ഏറ്റവും മുകളിൽ നിൽക്കുന്നു. ലാസ്റ്റിലും ബാബയുണ്ട്, തുടക്കത്തിലും ബാബയും മമ്മയും ഇരിക്കുകയാണ്. കുട്ടികളായ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും കാര്യം വരികയാണെങ്കിൽ, ഏതെങ്കിലും സങ്കല്പം വരികയാണെങ്കിൽ, നിങ്ങൾ ഏവരുടെയും മുന്നിൽ മുതിർന്നവരും ഉണ്ട്, ബാബയും മമ്മയും ദാദിമാരുമുണ്ട്. സങ്കല്പത്തിലൂടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പോലും ബാബ വിശേഷിച്ച് പുത്രിമാരായ നിങ്ങളുടെ സങ്കല്പങ്ങൾ പൂർത്തീകരിക്കും. ബാബ എല്ലാ സഹോദരിമാരെയും വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തിരിക്കുന്നതായി തോന്നി.
ബാബ എല്ലാവരുടെയും മേൽ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, എൻ്റെ പുത്രിമാർ സ്നേഹികളും മധുരവുമാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾ താഴെ ഇറങ്ങുന്നു. എന്നിരുന്നാലും ബാബയുടെ സ്നേഹിയും സഹയോഗികളുമായ പുത്രിമാരാണ്. ഈ പ്രകാരം പറഞ്ഞ ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതെല്ലാം ആത്മാക്കളുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു, ബാബ അവരെയും എമർജ് ചെയ്ത് സ്നേഹസ്മരണകൾ നൽകി. പിന്നെ ബാബയെ ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം നിങ്ങളുടെ എല്ലാം സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.